ഹായ് എവരിവൺ, നമ്മുടെ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തുന്നത് പാർട്ട് 3 ആണ്. ഓൾ ടൂൾസ് നമ്മൾ നേരത്തെ എടുത്തിരുന്നു, അതിൻ്റെ ബാക്കി ഉള്ള ടൂളുകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് പാർട്ട് 3 നമ്മൾ ചെയ്യുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ വീഡിയോ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ തമ്പ് ബട്ടൺ ഒന്ന് അമർത്തേണ്ടതാണ്. അപ്പോൾ അത് നമുക്കൊരു ബൂസ്റ്റ് ആയിരിക്കും. അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ടൂൾസ് തരംതിരിച്ചിരിക്കുന്ന 3 ടൂൾസായിട്ടാണ്. ഗ്രാഫ് ടൂൾസ്, നാവിഗേഷൻ ടൂള്, അതുപോലെ തന്നെ അതർ ടൂൾസ്. അപ്പോൾ ആദ്യത്തെ ഗ്രാഫ് ടൂൾസ് എന്തിനാണെന്ന് നോക്കാം. ഗ്രാഫ് ടൂൾസ് ഇതിനകത്ത് നമ്മൾ ഇൻഫർമേഷൻ കൊടുക്കുന്നതനുസരിച്ച് ചാർട്ട് നിർമ്മിക്കുക. അതാണ് ഗ്രാഫ് ടൂൾസിൻ്റെ ഉപയോഗം. അപ്പോൾ പലതരത്തിലുള്ള ചാർട്ടുകൾ നമുക്ക് നിർമ്മിക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ എന്താണ് വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇൻഫോഗ്രാഫീസുകളോ അല്ലെങ്കിൽ പ്രസൻറ്റേഷനുകളോ അല്ലെങ്കിൽ റിപ്പോർട്ടുകളോ നമ്മൾ ഡിസൈനകത്ത് ഉൾപ്പെടുത്തേണ്ടി വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇല്ലുസ്ട്രേറ്റർ തന്നെ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ അതല്ലാതെ നിങ്ങളിപ്പോൾ നിങ്ങളുടെ റിപ്പോർട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നിങ്ങളുടെ ബിസിനസ് സെൻറ്റർ കഴിഞ്ഞ വർഷത്തെയും ഈ വർഷത്തെയും താരതമ്യം ചെയ്യുകയാണ്. അപ്പോൾ ഓരോ മാസത്തെ പ്രോഫിറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ താരതമ്യം ചെയ്യാൻ നേരം നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഇപ്പോൾ എക്സലിനകത്ത് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എക്സലിനകത്ത് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ആ ഡേറ്റകളൊക്കെ എന്ത് ചെയ്യണം, കോപ്പി പേസ്റ്റ് ചെയ്യേണ്ടി വരും. അതിന് പകരമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഇല്ലുസ്ട്രേറ്ററിനകത്ത് തന്നെ നിർമ്മിക്കാവുന്നതാണ്. അപ്പോൾ അത് തന്നെ എന്ത് ചെയ്യും, ഗ്രാഫ് അങ്ങ് നിർമ്മിച്ച് തരും. ചുരുക്കം പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇൻഫോഗ്രാഫിക്സ് എന്ന് പറയുന്ന ഡിസൈനുകളാണ് ഇപ്പോൾ ഈ കാണിക്കുന്ന ഇപ്പോൾ ഞാൻ ഈ ഇമേജിനകത്ത് കാണിച്ചിരിക്കുന്നത്. അതൊരു എക്സാമ്പിളൊന്നും കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലുള്ളൊക്കെ ഡിസൈനുകൾ നമുക്ക് നിർമ്മിക്കാൻ വേണ്ടി ഇപ്പോൾ റിപ്പോർട്ട് തരുമെങ്കിലും ഡിസൈനുകൾ നമ്മളാണ് നിർമ്മിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇതൊന്ന് ഡിലീറ്റ് ചെയ്യുവാണ്. ഡിലീറ്റ് ചെയ്ത ശേഷം ഈ കോളം ഗ്രാഫ് ടൂളാണ് ആദ്യമുള്ളത്. ഈ ഗ്രാഫ് ടൂൾസിനകത്ത് ആദ്യമുള്ള കോളം ഗ്രാഫ് ടൂളാണ്, ജെ ആണ് ഷോർട്ട് കട്ട് വരുന്നത്. ഇതെടുത്ത ശേഷം എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഡ്രാഗ് ചെയ്യുക. അപ്പോൾ അതൊരു കർസർ വരാൻ നേരം നിങ്ങൾ എന്ത് ചെയ്യുക, എത്രയാണോ നിങ്ങൾക്ക് ഗ്രാഫിൻ്റെ വലിപ്പം അതിനനുസരിച്ച് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു പ്രിവ്യൂ പോലെ കാണിക്കും, ഇത്രയാണ് വലിപ്പം എന്നുള്ള രീതിയിൽ. ഇപ്പോൾ നിങ്ങൾ ഡേറ്റ ഇപ്പോൾ ഇവിടെ ഡിഫോൾട്ടായിട്ട് കിടക്കുന്ന 1 ആയതുകൊണ്ടാണ് 1-നനുസരിച്ച് ഇവിടെ ഗ്രാഫ് വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡേറ്റ കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഡേറ്റ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡേറ്റ കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ടൈപ്പ് ചെയ്ത് കാണിക്കാം. ഇപ്പോൾ 1, 2, ഇപ്പോൾ 2 ടൈപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ വരും. ഇത് 3 ഇവിടെ 3 ടൈപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ വരും. അതല്ലാതെ നിങ്ങൾ എൻട്രോ ഓക്കെ ഒന്നും അടിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതുപോലെ തന്നെ ഇപ്പുറത്താണെങ്കിൽ ഇപ്പോൾ 1 1-ന് പകരം ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ 10 കൊടുക്കുകയാണ്, ഇവിടെ 20 കൊടുക്കുകയാണ്, ഇവിടെ 30 കൊടുക്കുന്നു. അങ്ങനെ ഞാൻ കൊടുക്കാം. അതിൻ്റെ ഒരു നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് അതിൻ്റെ ഒരു 10 ഇരട്ടിയോളം ഇങ്ങനെയുള്ള കൊടുക്കുന്ന രീതിയിൽ കൊടുത്തത്. അതുപോലെ തന്നെ ഞാനിത് കൊടുത്തെല്ലാം ചെയ്ത ശേഷം ഇനി താഴോട്ട് പോകണമെങ്കിൽ ഒരുപാട് താഴോട്ട് പോകാം. അങ്ങനെ റോ ഇവിടെ കിടപ്പുണ്ട്. അതുപോലെ തന്നെ കോളവും എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യും, റോയും കോളവും അങ്ങോട്ടും ഇങ്ങോട്ടും ലെഫ്റ്റും റൈറ്റും ഒക്കെ നമുക്ക് പോകാവുന്നതാണ്. അതിനുശേഷം ടിക്ക് ചെയ്യുന്നു. ബാക്കിയുള്ളത് ഞാൻ പറയാം. അതിനുശേഷം ടിക്ക് ചെയ്യാൻ നേരം തന്നെ ഓട്ടോമാറ്റിക്കലി ഇവിടെ ഗ്രാഫ് എന്ത് ചെയ്യും, അത് ക്രിയേറ്റ് ആകും. അപ്പോൾ ഇത് എവിടെയാണ്, ഇത് കണ്ടോ, 0 1 ഉള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ വന്ന് കിടക്കുന്നത്. അത് 10 ആണെങ്കിൽ 10-ൻ്റെ നേരെ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് 2 സംരംഭമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കമ്പയർ ചെയ്യാം. അപ്പോൾ അതായത് 2 സംരംഭങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്നുള്ള രീതിയിൽ, ഇപ്പോൾ A, B എന്നുള്ള രീതിയിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ്, അപ്പോൾ ഓരോ ഇയർ നിങ്ങൾക്ക് എത്രയാണ് പോകുന്നത്. ഇപ്പോൾ ഇയർ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മുകളിൽ വേണമെങ്കിൽ കൊടുക്കാം. അല്ല, മുകളിൽ സംരംഭത്തിൻ്റെ പേര് കൊടുക്കുക, താഴെ ഇയർ കൊടുക്കാം. അങ്ങനെ കൊടുത്ത് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്, വളർച്ചയാണോ, അതായത് മുന്നേറ്റം ഉണ്ടോ, അതോ താഴോട്ട് പോവുകയാണോ, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമ്പയർ ചെയ്യാം. അതല്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഡേറ്റ നിങ്ങൾക്ക് അല്ലാതെ കൊടുക്കണമെങ്കിൽ ഞാനിപ്പോൾ ഇത് ക്യാൻസൽ ചെയ്യുന്നു, Ctrl+Z കൊടുക്കുകയാണ്, അൺഡു ചെയ്യുന്നു. അൺഡു ചെയ്ത ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഗ്രാഫ് ടൂൾ ഇതേപോലെ തന്നെ എടുത്ത ശേഷം ഡ്രാഗ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇമ്പോർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കൊടുക്കുക. അതായത് എക്സലിൽ നിന്ന് വേണമെങ്കിൽ ഇമ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആരെങ്കിലും ഡേറ്റ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അത് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഒരു ഡേറ്റ ഇങ്ങനെ ഇപ്പോൾ എക്സലിനകത്ത് ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ച ഡേറ്റ ഉണ്ട്, അതുകൊണ്ട് ഇതാണ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ ഡേറ്റ ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിനകത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്യുവാണ്. അത് ഇമ്പോർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ഒരു ഫോട്ടോനകത്ത് കിടപ്പുണ്ട്, ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഡേറ്റ ഓൾറെഡി ഇവിടെ വന്നു, കണ്ടോ. അത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് 10-ന് ഇരട്ടി 20 ഇല്ലെങ്കിൽ 20-ന് ഇരട്ടി 40 എന്നുള്ള രീതിയിൽ ഞാൻ എന്ത് ചെയ്യുന്നത്, എക്സലിനകത്ത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതേ സാധനം തന്നെ, A, B എന്നുള്ള രീതിയിൽ. അപ്പോൾ അതെന്ത് ചെയ്യുന്നു, ഇപ്പുറത്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇതുപോലെ തന്നെ ആ ഡേറ്റ മാറുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റൊരു കാര്യം, ഈ 10, 20 എന്നുള്ള ഇത് ഇമ്പോർട്ട് ആണെങ്കിൽ രണ്ടാമത് ഇവിടെ വരുന്നത് ട്രാൻസ്പോസ് കോളം റോളം, അതായത് A, B എന്നുള്ളത് നേരെ തിരിഞ്ഞു പോകും. ഈ റോയിൽ വരുന്ന സാധനം എന്ത് ചെയ്യും, നേരെ ഇങ്ങനെ പോകും, റോ ബേസിൽ പോകും. മറ്റേതാണെങ്കിൽ കോളം ബേസിലാണ് പോകുന്നത്. അത് തിരിച്ച് നമുക്ക് അറേഞ്ച്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഇത് കോളത്തിൻ്റെ വിട്ടും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, അഡ്ജസ്റ്റ് ചെയ്യാനാണ്. അപ്പോൾ അത് നമ്മളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഡിജിറ്റ് ഡെസിമൽ വേണം, ഇപ്പോൾ ഇത് കണ്ടോ, .00 ആണ് വരുന്നത്. 3 ഡെസിമലാണ് വേണമെങ്കിൽ ഇവിടെ 3 ഡിജിറ്റ് കൊടുക്കുക. അല്ല, കോളത്തിൻ്റെ വിഡ്ത്ത് എത്ര വേണം, വീതി കൂട്ടണോ കുറയ്ക്കണോ, ഒരുപാട് ഡേറ്റകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് കൊടുക്കാം വീതി.
അങ്ങനെയൊക്കെയുള്ള രീതിയിലൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ഡിജിറ്റ് അനുസരിച്ച് നമുക്ക് മാറ്റാൻ പറ്റും. അതിനുശേഷം എന്ത് ചെയ്യുക, ഇവിടെ ടിക്ക് ചെയ്യുക. ടിക്ക് ചെയ്യുന്നതിൽ ഇവിടെ എന്താ മാറ്റം വരുന്നത് നമുക്ക് നോക്കാം. 10 ഇരട്ടി 20 എന്നുള്ള രീതി, 20 ഇരട്ടി 40 എന്നുള്ള രീതിയിൽ. അപ്പോൾ ഗ്രാഫൊക്കെ എന്ത് ചെയ്യുക, അതിനനുസരിച്ച് തന്നെ വാല്യൂ ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ആവുന്നതായിരിക്കും. ഇതെല്ലാം ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ വന്നു. ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ക്ലോസ് ചെയ്യുവാണ്. അതിനുശേഷം നമുക്ക് ഈ ഗ്രാഫിൻ്റെ കളറുകൾ മാറ്റണമെങ്കിൽ ഈ ഡയറക്റ്റ് സെലക്ഷൻ എടുത്തിട്ട് എന്ത് ചെയ്യുക, ഈ ഗ്രാഫിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് ഓരോന്നിനും കളറൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ റെഡ് ആണെങ്കിൽ റെഡ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓരോന്നിനും എന്ത് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ മാജിക് ബാൻഡ് ടൂളൊക്കെ എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒറ്റ കളറുകൾ സെലക്ട് ചെയ്തിട്ട് ബ്ലാക്ക് മൊത്തമായിട്ട് സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെയും കളറുകൾ മാറ്റി കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇവിടെയൊക്കെ എന്ത് ചെയ്യാം, വൈറ്റ് അറിയാൻ പറ്റുന്നില്ല, വൈറ്റിന് വേറൊരു കളർ കൊടുക്കാം. അങ്ങനെയൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് കളറുകളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതല്ല നിങ്ങൾക്ക് ഡേറ്റ മാറിപ്പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒബ്ജക്റ്റിനകത്ത് പോയ ശേഷം വീണ്ടും റീ എഡിറ്റ് ചെയ്യാനായിട്ട് താഴോട്ട് പോയി കഴിഞ്ഞാൽ ആർട്ട് ബോർഡിനൊക്കെ താഴെ ഈ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് താഴെ പോയി കഴിഞ്ഞാൽ ഗ്രാഫ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് ടൈപ്പിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അത് സെലക്ട് ആയതിന് ശേഷമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. സെലക്ട് ആക്കിയില്ല, സെലക്ഷൻ ടൂൾ എടുക്കുക, ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക, സെലക്ട് ആക്കുക, ഒബ്ജക്റ്റ്, ഗ്രാഫ്, അതിനുശേഷം ഡേറ്റയായി ക്ലിക്ക് ചെയ്യുക. ഡേറ്റ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഡേറ്റ അളവുകൾ നിങ്ങൾക്ക് കാണിക്കുന്നതായിരിക്കും. വീണ്ടും റീ എഡിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കളഞ്ഞിട്ടൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ ഡേറ്റ എഡിറ്റ് ചെയ്ത് കൊടുക്കുക. അതല്ല ഗ്രാഫിൻ്റെ സ്റ്റൈലാണ് മാറ്റണമെങ്കിൽ ഒബ്ജക്റ്റ്, ഗ്രാഫ്, അപ്പോൾ ഡിസൈൻ, ന്യൂ ഡിസൈൻ നമുക്ക് കൊടുക്കാം. അതല്ല ഇപ്പോൾ ഡിസൈനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ഡിസൈനുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വരച്ച ശേഷം സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ പുതിയ ഡിസൈനായിട്ട് നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ന്യൂ ഡിസൈൻ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്ത ശേഷം ഓക്കെ കൊടുക്കാം. അതല്ല നിങ്ങൾക്ക് ഗ്രാഫിൻ്റെ ഡിസൈനാണ്, ഒബ്ജക്റ്റ്, ഗ്രാഫ്, ടൈപ്പ് എന്നുള്ള രീതിയിൽ കൊടുത്ത ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡിസൈൻ മാറ്റി കൊടുക്കാം. ഇപ്പോൾ പല രീതിയിലുള്ള, ആദ്യം നമ്മൾ കോളം ഗ്രാഫാണ് കണ്ടത്. രണ്ടാമത്തെ ആണെങ്കിൽ ഇപ്പോൾ സ്റ്റാക്ക്ഡ് ഗ്രാഫ് ആണെങ്കിൽ എന്ത് ചെയ്യുക, ഓരോ സെഗ്മെൻറ്റ്സ് ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അത് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, അതെങ്ങനെ വരുന്നത് നമുക്ക് നോക്കാം. കണ്ടോ, അപ്പോൾ ഇത് എ ബി എന്നുള്ള രീതി എന്ത് മുകളിൽ താഴെയായിട്ടാണ് വന്നിരിക്കുന്നത്, മറ്റേത് ചേർന്നാണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ എയും ബി എന്ന് കൊടുക്കണ്ടേ. അതുപോലെ തന്നെ അടുത്ത സെഗ്മെൻ്റ് ആണെങ്കിൽ സെലക്ട് ചെയ്യുന്നു, ഒബ്ജക്റ്റ്, ഗ്രാഫ്, ടൈപ്പിനകത്ത് പോയ ശേഷം ഞാൻ അടുത്ത ഇതാണ്. ഇപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാം, ഇതാണെങ്കിൽ വെർട്ടിക്കൽ ഗ്രാഫാണ്, അതായത് മുകളിൽ താഴേക്കെന്നുള്ള രീതിയിലുള്ള ഗ്രാഫാണ്. തിരിഞ്ഞായിരിക്കും വരുന്നത്, നോക്കാം. കണ്ടോ, ഇതുപോലെ തിരിഞ്ഞുള്ള രീതിയിൽ. മറ്റേത് തിരിഞ്ഞിട്ട് തന്നെ ആദ്യത്തേത് തന്നെ കോളം ഗ്രാഫിൻ്റെ തന്നെ തിരിഞ്ഞിരിക്കുന്നു, വെർട്ടിക്കലായിട്ടിരിക്കുന്നു എന്നുള്ള, ബോട്ടം സൈഡ് താഴെ വരുന്നു, എന്നിട്ട് മേളോട്ട് പോയേക്കുന്നു. എന്നാൽ അതുപോലെ തന്നെ രണ്ടാമത്തേതിൻ്റെ തിരിഞ്ഞിരിക്കുന്നതാണ് ഈ പറയുന്ന പോലെ, രണ്ടാമത്തെ തിരിഞ്ഞിരിക്കുന്നതാണ് ഈ സ്റ്റാക്ക്ഡ് ബാർ എന്ന് പറയുന്ന ഓപ്ഷൻ വരുന്നത്. അതായത് ഇതിനോട് ചേർന്ന്, പച്ചയോട് ചേർന്ന് തന്നെ ഗ്രീനും കയറി വരും. നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. കണ്ടോ, പച്ചയോട് ചേർന്ന് തന്നെ, പച്ചയല്ല, റെഡിനോട് ചേർന്ന് തന്നെ ഗ്രീൻ, സോറി പറഞ്ഞപ്പോൾ മാറിപ്പോയതാണ്. ഒബ്ജക്റ്റ്, അടുത്തതെന്ന് പറഞ്ഞാൽ ലൈൻ ഗ്രാഫുകളുണ്ട്. ഇതുപോലെ തന്നെ എന്നുവെച്ചാൽ വാല്യൂ സെയിം ആയിരിക്കും, പലതരത്തിലുള്ള ഗ്രാഫുകൾ. അത് നിങ്ങൾക്ക് ഓരോന്നോരോന്ന് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ കാണാവുന്നതാണ്. ലൈൻ ഗ്രാഫ്, പൈ ഗ്രാഫ്, പല രീതിയിലുള്ള ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഡാർ ഗ്രാഫാണ്. ഇതെല്ലാം ആക്സിസ് സെൻട്രലോട്ട് വരും എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അങ്ങനെയുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. സ്കാറ്റർ എന്ന് പറഞ്ഞാൽ പോയിൻ്റ് ആയിട്ട് മാത്രമായിട്ടായിരിക്കും കാണിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഓരോന്നോരോന്ന് കാണിക്കുമ്പോൾ അതിൻ്റെ ടൈം വ്യത്യാസം വരും. അപ്പോൾ ഞാൻ ഇങ്ങനെ കണ്ടോ, എ ബി എന്നുള്ള രീതി, എ ബി, നിങ്ങളിതൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അതിൻ്റെ കളറും കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, മാറ്റി കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ റഡാർ ഗ്രാഫ് എന്ന് നമുക്ക് നോക്കാം. വാല്യൂ എല്ലാ ആക്സിസിൽ നിന്നായിരിക്കും ഇതിൻ്റെ വാല്യൂ വരുന്നത്. കണ്ടോ, അപ്പോൾ ഈ അളവ് വന്നിരിക്കുന്നുണ്ട്, സെൻറ്ററിൽ നിന്നാണ് ഇത് പോയിരിക്കുന്നത്, അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് പോയിരിക്കുന്നുണ്ടോ, ഈ ലൈനും പോയിരിക്കുന്നുണ്ടോ, ഇങ്ങനെയൊക്കെയാണ് പോയിരിക്കുന്നത്, അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ പോയി. അതേ ഉള്ളിച്ചിരി നമുക്കൊരു കാണുമ്പോൾ ഒരു ഡിഫിക്കൽട്ടായിട്ട് വന്നു, ബാക്കിയെല്ലാം നമുക്ക് മനസ്സിലാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ ഇത് ഇത്രയാണ് ഗ്രാഫ് ടൂൾസ് വരുന്നത്. അടുത്തത് വരുന്നത് നാവിഗേഷൻ ടൂളാണ്. നാവിഗേഷൻ ടൂളിന് ആദ്യത്തെ വരുന്നത് ഹാൻഡ് ടൂളാണ് വരുന്നത്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാൻ ചെയ്യുക. ഇപ്പോൾ സൂമിനായി കിടക്കുകയാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ സൂമിനായി ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ എനിക്ക് ടൂളിന് അവിടേക്ക് പോകണമെങ്കിൽ നമുക്ക് രണ്ട് രീതി നമുക്ക് ഉപയോഗിക്കാം. ഇപ്പം വേറെ ഏതെങ്കിലും ടൂളാണ് കിടക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, അങ്ങോട്ട് മൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് സ്പേസ് ഒന്ന് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഇത് ഹാൻഡ് ടൂൾ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ മൂവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഹാൻഡ് ടൂൾ എന്ന് പറയുന്നത് എഴുതിയേക്കുന്നൊന്നും മൂവ് ആകത്തില്ല. ചുരുക്കം പറഞ്ഞാൽ ഒബ്ജക്റ്റുകൾ മൂവ് ആകില്ല, ആ ബോർഡായിരിക്കും നമുക്ക് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും മൂവായി മാറുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ ആ ക്യാൻവാസ് മൂവ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ക്യാൻവാസ് മൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ വ്യൂ മൂവ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ എച്ച് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാം, ഹാൻഡ് ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ എച്ച് നമുക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹാൻഡ് ടൂളിലേക്ക് മാറുന്നതായിട്ട് കാണാം. അതിനുശേഷം എന്ത് ചെയ്യാം, നമുക്ക് ഇതുപോലെ തന്നെ പാൻ ചെയ്യാവുന്നതാണ്.
അപ്പോൾ മറ്റേത് സ്പേസ് അങ്ങ് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതങ്ങ് പോയി. പക്ഷേ എച്ചാണ് കിടക്കുന്നതെങ്കിൽ അത് മാറത്തില്ല. നമ്മൾ ടൂള് അടുത്ത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അത് മാറുകയുള്ളൂ. അപ്പോൾ ഒബ്ജക്റ്റുകൾ മൂവ് ചെയ്യാതെ ക്യാൻവാസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് നമ്മൾ കാണുന്നു. അതിനു വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹാൻഡ് ടൂൾ ഉപയോഗിക്കുന്നത്. അടുത്തത് വരുന്നത് സൂം ടൂളാണ്. സൂം ടൂള് നമ്മളിപ്പോൾ ഞാനിപ്പോൾ സൂം ചെയ്ത പോലെ തന്നെ ഓൾട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് നമുക്ക് സൂം ചെയ്യാം. ഇപ്പോൾ ഇവിടെ സൂം ടൂളുണ്ട്, 2-3 തരത്തിൽ നമുക്ക് സൂം ചെയ്യാം. അപ്പോൾ ഞാൻ സൂം ടൂൾ എടുത്തെന്ന് വിചാരിക്കുക. എടുത്ത ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, ഈ സൂം എന്ന് എഴുതിയിരിക്കുന്ന ഭാഗമാണ് എനിക്ക് സൂം ആകണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഞാൻ സൂമിൻ്റെ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റിലോട്ട് ഇങ്ങനെ മൗസ് ഒന്ന് ഓടിച്ച് കഴിഞ്ഞാൽ അവിടോട്ട് സൂമായി പോകുന്നതായിട്ട് കാണാം. അതല്ല ഞാൻ ലെഫ്റ്റിലോട്ടാണ് ഓടിക്കുന്നതെങ്കിൽ തിരിച്ച് നമുക്ക് സൂം ഔട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, തിരിച്ച് കണ്ടോ, റൈറ്റിൽ നിന്ന് മാറി ഞാൻ ലെഫ്റ്റിലോട്ടാണ് ഓടിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും, സൂം ഔട്ട് ചെയ്യാം. അപ്പോൾ റൈറ്റിലോട്ട് ഇങ്ങനെ നമ്മൾ വലത്തോട്ട് ഇങ്ങനെ കാണിച്ചാലോ ഇങ്ങനെ കാണിച്ച് കഴിഞ്ഞാൽ സൂമിനാകും. തിരിച്ചാണ് നമ്മൾ ചെയ്ത കാര്യം റിവേഴ്സാണ് കാണിക്കുന്നതെങ്കിൽ, ആ ചെയ്ത ഡയറക്ഷൻ റിവേഴ്സാണ് കാണിക്കുന്നതെങ്കിൽ അത് സൂം ഔട്ടായി മാറുന്നതായിട്ട് കാണാം. അതല്ല എങ്കിൽ നമുക്കിങ്ങനെ ഡ്രാഗും ചെയ്ത് കൊടുക്കാം. മറ്റൊരു ഓപ്ഷനുള്ളത് ഓൾട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യും, മൗസിലെ സ്ക്രോൾ ബട്ടൺ സ്ക്രോൾ ചെയ്താലും മതിയാകും. തിരിച്ച് മുന്നിലോട്ടോ ബാക്കിലോട്ടോ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ സൂം ഔട്ട് ആകുന്നതായിട്ട് കാണാം. അപ്പോൾ ഈ 2 രീതിയുണ്ട് സൂം ഇൻ സൂം ഔട്ട് ചെയ്യാൻ. അടുത്തത് വരുന്ന അതർ ടൂൾസാണ്. അതർ ടൂൾസിനകത്ത് ആദ്യത്തെ വരുന്നതാണ് ആർട്ട്ബോർഡ് ടൂള്. ആർട്ട്ബോർഡ് ടൂളിനകത്ത് ഷിഫ്റ്റ് O ആണ് അതിൻ്റെ ഷോർട്ട് കട്ട് വരുന്നത്. അപ്പോൾ ആർട്ട്ബോർഡ് ടൂൾ കണ്ട് ഈ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ തന്നെ കിടപ്പുണ്ട് ആർട്ട്ബോർഡ് ടൂള്. അപ്പോൾ ഇതെടുക്കുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം ചെയ്യുകയാണ്, വിൻഡോയ്ക്കകത്ത് ആർട്ട്ബോർഡ് എന്ന് പറയുന്നൊരു പാനൽ എനേബിൾ ചെയ്യുമ്പോൾ 3 ആർട്ട്ബോർഡ് ഉണ്ടെന്ന് കാണാം. ഞാൻ സൂം ഔട്ട് ചെയ്യാം. അപ്പോൾ ഇത് അടുത്ത ചെയ്യേണ്ട ടൂളുകൾ ഞാൻ കാണിക്കാൻ വേണ്ടിയാണ് ആർട്ട്ബോർഡ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. 3 ആർട്ട്ബോർഡുകൾ ഇവിടെ ഉണ്ട് നിങ്ങൾക്ക്. അപ്പോൾ ഇതിനകത്ത് ആർട്ട്ബോർഡ് പാനൽ ഓൺ ആക്കുന്നു. അതിൻ്റെ ആ കോപ്പി എന്നൊക്കെയാണ് ഇതിനകത്ത് പേരുകൾ കൊടുത്തിരിക്കുന്നത്. അത് ഞാൻ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തുകൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്ന പേര്. നമുക്കല്ലാതെ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ 3 എന്നായിരിക്കും വരുന്നത്. അപ്പോൾ പേരുകളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിന് മുന്നേ ഞാൻ ആർട്ട്ബോർഡ് ടൂൾ എടുക്കുകയാണ്. ടൂൾ ഇതുവരെ എടുത്തില്ല. ഷിഫ്റ്റ് O ആണ് അതിൻ്റെ ഷോർട്ട് കട്ട്. എടുത്ത ശേഷം ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇതിനെ എഡിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പുതിയത് ആഡ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ ആർട്ട്ബോർഡ് ടൂളിൻ്റെ ഉപയോഗം. അപ്പോൾ അത് വീണ്ടും ആഡ് ചെയ്യണമെങ്കിൽ ഈ പ്ലസ് ഇതേ അളവിൽ തന്നെ വേണമെങ്കിൽ ഇതേ പ്ലസ്സേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വലത്തോട്ട് പോകുന്നതായിട്ട് കാണാം. അതല്ല എനിക്ക് ആ അളവല്ല വേണ്ടത്, നിങ്ങൾക്ക് കസ്റ്റമൈസ്ഡ് അളവാണ് വേണ്ടതെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള രീതി ഡ്രാഗ് ചെയ്ത് എന്ത് ചെയ്യാം, ആ കസ്റ്റമൈസ് ഈ ആരോ മാർക്ക് കാണിക്കുമ്പോൾ എന്ത് ചെയ്യുക, കസ്റ്റമൈസ് ചെയ്തെടുക്കാം. അതല്ല നിങ്ങൾക്ക് ഒരു പ്രത്യേക അളവാണ് വേണ്ടതെങ്കിൽ ഈ പ്രീസെറ്റിനകത്ത് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇവിടെ പല അളവുകളുണ്ട്. ഇപ്പോൾ B4 അളവാണ് വേണ്ടെങ്കിൽ എന്ത് ചെയ്യും, B4 അളവ്. ഫോണിൻ്റെ അളവുകളാണെങ്കിൽ അങ്ങനെയുള്ളത്. ഫോണിൻ്റെ അളവുകളൊക്കെ ഈ UI ഐക്കൺസ്, UI ഡിസൈനുകളൊക്കെ ചെയ്യാൻ വേണ്ടിയൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടി വരുന്നത്. UI UX യൂസർ എക്സ്പീരിയൻസിലും യൂസർ ഇൻ്റർഫേസിലും ഒക്കെ ഡിസൈനുകൾ ചെയ്യാനാണ് അത് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ലാൻഡ്സ്കേപ്പ്, പോർട്രേറ്റ്, പുതിയത് വേണോ അതോ ഡിലീറ്റ് ചെയ്യണോ ആർട്ട്ബോർഡ്, നിങ്ങൾക്ക് അളവുകൾ അറിയാമെങ്കിൽ അങ്ങനെ കൊടുക്കണമെങ്കിൽ ഇത് വിട്ട് ഇവിടെ ഹൈറ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്ത് ഇവിടെ അളവുകൾ കൊടുക്കാവുന്നതാണ്. ഇത് X ആക്സിസും Y ആക്സിസും, ഇത് നിങ്ങൾ അതായത് എവിടുന്ന് എത്ര മൂവ് ആയത് കിടക്കുന്നു എന്നുള്ള രീതിയിലാണ് ഇത് കാണിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പേരോ കാര്യങ്ങളോ അല്ലാതെ മോഡിഫൈ ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓപ്ഷൻസ് വരും. ഇപ്പോൾ ആർട്ട്ബോർഡ് 1 ഇതിൻ്റെ പേരും കാര്യങ്ങളും അളവും കാര്യങ്ങളും ഒക്കെ സെയിം കൊടുക്കും. അതേ കാര്യം തന്നെയാണ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ആർട്ട്ബോർഡിൽ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും വരുന്നത്. പേരുകളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം, സെയിം സാധനം തന്നെയാണ്. അപ്പോൾ പേരുകളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇവിടുന്ന് മാറ്റാവുന്നതാണ്. അപ്പോൾ അറേഞ്ചും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ചെയ്യാം. അതിനു വേണ്ടിയാണ് ആർട്ട്ബോർഡ് ടൂളുകൾ. അപ്പോൾ നിങ്ങൾക്ക് അത് ആവശ്യപ്രകാരം നിങ്ങൾ എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. അടുത്തത് വരുന്നത് സ്ലൈസ് ടൂളാണ്. സ്ലൈസ് ടൂൾ നല്ലൊരു ഉപയോഗമുള്ള ടൂൾ തന്നെയാണ്. ഇതിൻ്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് വെബ് പേജിലേക്ക് അല്ലെങ്കിൽ എന്ത് ഇൻ്റർഫേസ്ഡായ കാര്യങ്ങളും PNG അല്ലെങ്കിൽ JPG ആവശ്യമുള്ള ഫോർമാറ്റുകളിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, ഓരോ പോർഷനായിട്ട് സ്ലൈസ് ചെയ്ത്, അതായത് കട്ട് ചെയ്തിട്ട് നമുക്ക് എക്സ്പോർട്ട് ചെയ്യണം. എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾ കുറേ ഐക്കൺസ് വെച്ചിരിക്കുകയാണ്. ആ ഐക്കൺസ് ഓരോ പീസായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ആയിട്ട് സേവ് ആകണം. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ലൈസ് ടൂൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതെങ്ങനെ ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം. സ്ലൈസ് ടൂൾ എടുക്കുന്നു. അതിൻ്റെ ഷോർട്ട് കട്ട് വരുന്നത് Shift K ആണ്. അതെടുത്ത ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക. അപ്പോൾ ഡ്രാഗ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു സ്ക്വയർ, ഈ ഒരു ബ്ലൂ കാണിക്കുന്ന ഈ ഒരു സ്ക്വയർ ഇത്രയും ഭാഗമായിരിക്കും നിങ്ങൾക്ക് അവിടെ സെപ്പറേറ്റ് ആയിട്ട് പാർട്സ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ അതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, ഈ 3 പാർട്സായിട്ട് ഞാൻ ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ ഡ്രാഗ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് സ്ക്വയർ വരണമെങ്കിൽ ഷിഫ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് ഡ്രാഗ് ചെയ്താലും മതിയാകും. കൃത്യമായ സ്ക്വയർ രീതി വരും. ഇങ്ങനെ ഡ്രാഗ് ചെയ്ത ശേഷം ഇപ്പോൾ 3 എണ്ണമാണ് ഞാൻ ഡ്രാഗ് ചെയ്തേക്കുന്നത്. അതെങ്ങനെ മനസ്സിലാകും, ഇവിടെ റെഡ് ഇവിടെ കാണിക്കുന്ന ആ 3 എണ്ണമാണ്. ഇപ്പോൾ 3, 6, 9 അങ്ങനെ നമ്പറുകൾ നോക്കണ്ട, നിങ്ങൾ ഈ റെഡ് എന്നുള്ള രീതിയിൽ നിങ്ങൾ നോക്കിയാൽ മതിയാകും. ബാക്കിയുള്ളതൊന്നും നിങ്ങൾ നോക്കണ്ട. അതിനുശേഷം ഫയൽ, എക്സ്പോർട്ട്, സേവ് ഫോർ വെബ്, ഇങ്ങനെ സേവ് ചെയ്യാൻ പോകാൻ നേരം
ഇങ്ങനൊരു പ്രിവ്യൂ കാണിക്കും. ഇങ്ങനെ പ്രിവ്യൂ കാണിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ എക്സ്പോർട്ടിൻ്റെ ഇവിടെ ഈ ഒരു കർസർ നോക്കി കഴിഞ്ഞാൽ കാണാം, ഇവിടെ സെലക്ട് സ്ലൈസസ് ഉണ്ട്, ഓൾ സ്ലൈസസ് ഉണ്ട്, ഓൾ യൂസർ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം കട്ട് അവിടെ വരുന്നതായിരിക്കും. എന്നാൽ നമുക്ക് ആവശ്യമുള്ളതാണ് വേണ്ടെങ്കിൽ, ഇപ്പോൾ ഈ 3 എണ്ണമാണ് വേണ്ടതെങ്കിൽ നമ്മൾ സെലക്ടർ സ്ലൈസ് എടുത്തിട്ട് എന്ത് ചെയ്യാം, വേണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ബ്ലൂ ഒരു ബോക്സ് പോലെ കാണിക്കും. അപ്പോൾ ഷിഫ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യേണ്ടി ഈ 3 എണ്ണം ക്ലിക്ക് ചെയ്ത് എന്ത് ചെയ്യും, 3 എണ്ണം സെലക്ട് ആവും. 3 എണ്ണം സെലക്ട് ആയ ശേഷം നമ്മൾ എന്ത് ചെയ്യാം, സേവേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ആകുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ഫോർമാറ്റ് നിങ്ങൾ നോക്കി വെക്കുക. അപ്പോൾ ഇതിൻ്റെ സേവ് ചെയ്യാൻ നേരം ഇവിടെ ഒരു അളവുണ്ട്. ഈ ഒരു അളവെന്ന് പറയുന്നത് ഈ ഒരു പ്രിവ്യൂ ഇത്രയും ഉള്ളതിൻ്റെ ഒരു അളവാണ്. എന്നാൽ നിങ്ങൾക്ക് അളവ് കൂടുതലാണ് വേണ്ടതെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ ഞാൻ ക്യാൻസൽ ചെയ്യാം. ഇവിടെ ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു ബോർഡിനകത്ത് ഇപ്പം കാണിക്കാം. ഇപ്പം ഞാൻ ഒരെണ്ണം വലുതാക്കി ഇടുകയാണ് ഈ ഒരു സ്ലൈസ്. ഇത് ഗ്രൂപ്പല്ല, ഒന്ന് ഗ്രൂപ്പ് ആക്കിയേക്കാം. നിങ്ങൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് ഗ്രൂപ്പ് ആക്കിയേക്കണം. നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം ഇത് ചെയ്തതന്നേ ഉള്ളൂ. ഇപ്പം ഞാൻ ഇതൊരെണ്ണം വലുതാക്കി ഇടുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇതേ സ്ലൈസ് തന്നെ ഞാൻ വീണ്ടും ഉപയോഗിക്കുകയാണ്. 1 2 3 ഇത് ഉപയോഗിച്ച് വെച്ച ഫയൽ എക്സ്പോർട്ട് സേവ് ഫോർ വെബ് കൊടുക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഇത് സേവ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ഇതുതന്നെ പ്രിവ്യൂ മോഡിൽ കാണിക്കുന്നു. ഇവിടെ ഒന്നും ഞാൻ ചെയ്യുന്നില്ല, ഇവിടെ PNG ആണ് അങ്ങനെ കിടക്കുന്നു. ഇവിടെ സെലക്ടർ സ്ലൈസസ് ആക്കാൻ നേരം നമ്മൾ എന്ത് ചെയ്യണം, സെലക്ട് ചെയ്ത് കൊടുക്കണം. ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യുക, ആ 3 എണ്ണം സെലക്ട് ചെയ്ത് കൊടുക്കുന്നു, സേവ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, മ്യൂസിക് ഡേറ്റ ഒരു ഫോൾഡറിനകത്തോട്ട് ഈ ഇമേജ് എന്ന് പറഞ്ഞ ഫോൾഡർ ഇവിടെ നേരത്തെ ഞാൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ വന്നേക്കുവാണ്. ഞാൻ അതിനകത്തൊരു ന്യൂ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിനകത്തോട്ട് എന്ത് ചെയ്യുന്നു, ഇതിനെ സേവ് ചെയ്യുകയാണ്. പേരൊന്നും കൊടുക്കുന്നില്ല, സേവ് ചെയ്ത് വെക്കുകയാണ്. സേവ് ചെയ്ത് വെച്ച ശേഷം ഞാൻ ആ ഫോൾഡർ കാണിക്കാം. ഡേറ്റയ്ക്കകത്ത് ന്യൂ ഫോൾഡർ. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഇമേജസ് എന്ന് പറയുന്നൊരു ഫോൾഡർ അത് തന്നെ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇതിനകത്ത് 3 എണ്ണം ഉണ്ട്. ആ 3 എണ്ണത്തിൻ്റെ അളവുകൾ നമുക്ക് നോക്കാം. ഇവിടെ ഒന്ന് ചെയ്യുമ്പോൾ തന്നെ 366 × 344 അതിൻ്റെ അളവ് കാണിക്കുന്നത്. ഇവിടെ വരാൻ നേരം അതിൻ്റെ അളവ് വരുന്നത് 213 ഇത് 160. അപ്പോൾ നിങ്ങൾക്ക് അളവുകൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാം എത്ര വലിപ്പം കൂടിയും കുറഞ്ഞുമാണ് അത് വന്നിരിക്കുന്നതെന്ന്. അപ്പോൾ ഇതിൻ്റെ പിക്സലിലാണ് അതിൻ്റെ അളവുകൾ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, സെപ്പറേറ്റ് ഫയലായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു 369 എന്നുള്ള രീതി. അപ്പോൾ ഈ അളവ് ഈ ഒരു 369 എവിടെയാണ് നിങ്ങൾ കണ്ടിരിക്കുന്നത്, ഈ ഇല്ലസ്ട്രേറ്ററിനകത്ത് തന്നെ ഇതാണ്. ഇത് കണ്ടോ, ഈ 369 എന്നുള്ള രീതിയിലാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാം എത്ര വലിപ്പത്തിലാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മറ്റൊരു കാര്യം, ഇതും നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരേ വലിപ്പത്തിലാണ് കാണുന്നത് അല്ലേ, പ്ലേ ബട്ടണും അതുപോലെ തന്നെ റീഫ്രഷ് ബട്ടണും. അതെന്തുകൊണ്ടെന്നാൽ ഞാൻ സ്ലൈസ് വരച്ച കോളം ഇത്രയുമാണ് വരച്ചേക്കുന്നത്. ഇത് എന്ത് ചെയ്യുന്നു, വളരെ ബോക്സിനോട് അടുത്ത് നിൽക്കുന്ന രീതിയിലാണ് ഞാൻ വരച്ചിരിക്കുന്നത്. എന്നാൽ ഇതെന്ത് ചെയ്യുന്നു, വളരെ വലിപ്പം കൂടിയാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നിങ്ങൾക്ക് റീ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ലൈസ് സെലക്ഷൻ ടൂളിനകത്ത് പോവുക, ഒരു വട്ടം ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം എന്ത് ചെയ്യാം, നിങ്ങൾക്ക് റീ എഡിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ കൊടുക്കാം. കണ്ടോ, അപ്പോൾ അത്രയും വലിപ്പത്തിലായിരിക്കും അത് കറക്റ്റ് ഫിറ്റായിട്ട് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ എന്ത് ചെയ്യുന്നത്, എല്ലാ രീതിയിലും കാണിച്ചു തന്നത്. അത്രേ ഉള്ളൂ. അപ്പോൾ അടുത്തത് റീ എഡിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അടുത്തും റീ എഡിറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. അല്ല കറക്റ്റ് സ്ക്വയറായിട്ട് വേണമെങ്കിൽ ഷിഫ്റ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങളിത് കൂടുതൽ യൂസ് ചെയ്യുന്ന UI ബട്ടൺസ് ക്രിയേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ പ്രസൻറ്റേഷൻ്റെ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെയുള്ള പല ഗ്രാഫിക്സ് ഡിസൈനുകളിലും നമുക്ക് എന്ത് ചെയ്യാം, ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തത് വരുന്നത് സ്ലൈസ് ടൂളും സ്ലൈസ് സെലക്ഷൻ ടൂളും ഞാൻ പറഞ്ഞു തന്നിരുന്നു. അടുത്ത വരുന്നത് മെഷർ ടൂളാണ്. ഇതിൻ്റെ അളവുകൾ നോക്കാൻ വേണ്ടിയാണ്, ഇത് എത്രയൊക്കെയാണ് വരുന്നതെന്ന്. ഇപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു പ്ലേ ബട്ടണത് ഈ റെക്റ്റാങ്കിളിൻ്റെ അളവുകൾ നോക്കണമെങ്കിൽ ഇപ്പോൾ മെഷർ ടൂൾ എടുക്കുന്നു. അത് ഐ ഡ്രോപ്പറിനകത്താണ് അത് കിടക്കുന്നത്. ഒരു പോയിന്റിൽ നിന്ന് ഒരു പോയിന്റിലേക്കുള്ള അകലം അത് കാണിക്കുന്നുണ്ട് ഇവിടെ. ഇതിവിടെ ഞാൻ ഇവിടുന്ന് മുകളിൽ നിന്ന് താഴേക്ക് വരച്ചത് കൊണ്ട് ഹൈറ്റാണ് വരുന്നത് 27.25 എന്നുള്ള രീതിയിൽ. എന്നാൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടാണ് വരിക്കുന്നതെങ്കിൽ വിഡ്ത്ത് വരും. അത് കറക്റ്റ് നീളമാണ് വരണമെങ്കിൽ, കറക്റ്റായിട്ട് വരണമെങ്കിൽ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യുക, പതിവ് പോലെ തന്നെ അങ്ങനെ ചെയ്യുക. അതല്ല നിങ്ങൾക്ക് വിഡ്ത്ത് ഹൈറ്റ് തമ്മിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ ഇത് നോക്കിയാലും മതി, ഡയമെൻഷൻ നോക്കിയാലും മതി. അപ്പോൾ ആ അളവുകൾ കാണാവുന്നതാണ്. അപ്പോൾ ഇൻഫർമേഷൻ എന്ന് പറയുന്ന പാനൽ ഓട്ടോമാറ്റിക്കലി ഓൺ ആകും, നിങ്ങൾക്കത് അതിനകത്ത് അളവുകൾ കാണിക്കുന്നതാണ്. ഓക്കെ. അപ്പോൾ അടുത്ത ടൂൾ വരുന്നത് പെർസ്പെക്റ്റീവ് ഗ്രിഡ് ടൂളാണ്. ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് നമ്മളുടെ ക്യാൻവാസിനകത്ത് 3D ഒബ്ജക്റ്റുകളെ ക്രിയേറ്റ് ചെയ്യുക. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ബിൽഡിങ്ങുകളോ അല്ലെങ്കിൽ റോഡുകളോ ബോക്സുകളോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല. ഇതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ അതെങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ ടൂൾസിനകത്ത്
ഈ പറയുന്ന പോലെ പെർസ്പെക്റ്റീവ് ഗ്രിഡ് എടുക്കാൻ പോവുകയാണ്. ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഒരു ഗ്രിഡ് വരും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ടൂൾ ഉപയോഗിക്കുന്നതിന് മുമ്പേ വേറെ ഏതെങ്കിലും ടൂൾ ഉപയോഗിക്കുന്ന സമയത്ത് അബദ്ധാവശം ഇത് ക്ലിക്കായെന്ന് വിചാരിക്കുക. ക്ലിക്കായപ്പോൾ ഇങ്ങനെ ഒരു ഗ്രിഡ് വന്നു. അങ്ങനെ ഗ്രിഡ് വന്നതിന് ശേഷം ഇത് പോകണമെങ്കിൽ ഈ ഒരു ചെറിയൊരു സ്വിച്ചിങ് വിഡ്ജറ്റ് കാണാം. ഈ ഒരു വിഡ്ജറ്റിനകത്ത് ഈ ഒരു ക്ലോസ് ബട്ടനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ പോവുകയുള്ളൂ. അതും ഈ ടൂൾ എടുത്ത ശേഷം, ഈ ടൂളോ ഇതിനകത്ത് കിടക്കുന്ന പെർസ്പെക്റ്റീവ് സെലക്ഷൻ ടൂളോ എടുത്ത ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ അത് ഹൈഡ് ആകത്തുള്ളൂ. അല്ലാതെ ഏത് സെലക്ഷൻ ടൂൾ എടുത്തു കഴിഞ്ഞാലും എന്ത് ചെയ്യുന്നത് പോകത്തില്ല. അതല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ ഉള്ളത്, വ്യൂവിനകത്ത് പോയതിന് ശേഷം എന്ത് ചെയ്യുക, പെർസ്പെക്റ്റീവ് ഗ്രിഡിനകത്ത് പോയിട്ട് ഹൈഡ് ഗ്രിഡ് Ctrl+Shift+I എന്നുള്ള ഷോർട്ട് കട്ട് കൊടുത്താലും അത് എന്ത് ചെയ്യും, ഹൈഡ് ആകുന്നതായിട്ട് കാണാം. അപ്പോൾ ഞാനത് പഴയ പോലെ എടുക്കുകയാണ്. എടുത്ത ശേഷം ഈ കാണിക്കുന്ന 3 പോയിൻ്റ് ഓഫ് വ്യൂ ആണ് നമുക്കിവിടെ ഉള്ളത്. അപ്പോൾ നമുക്കത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതിനകത്ത് 1 പോയിൻ്റ് ആണ് നമുക്ക് ആദ്യം നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് 2 ഇതാണുള്ളത്, അതുകൊണ്ട് 2 പോയിൻ്റ് ആണ് ഇവിടെ കാണിക്കുന്നത്. അത് മാറ്റണമെങ്കിൽ വ്യൂവിനകത്ത് പോവുക, പെർസ്പെക്റ്റീവ് ഗ്രിഡ് 1 പോയിൻ്റ് വ്യൂ. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ നേരെ ഒരു പോയിന്റിലേക്ക് നോക്കുന്നുള്ളൊരു വ്യൂ ആണ് 1 പോയിൻ്റ് വ്യൂ. അപ്പോൾ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പോയിന്റിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നേരം ഏതൊക്കെ വ്യൂകൾ കാണും, നമ്മൾ ഒരു സൈഡിലേക്ക് നമ്മൾ നോക്കുമ്പോൾ. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് നേരെ നോക്കാൻ നേരം നമുക്ക് കാണുന്ന ലെഫ്റ്റ് സൈഡ്, റൈറ്റ് സൈഡ്, അതുപോലെ തന്നെ താഴത്തെ വ്യൂ എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ കാണാൻ പറ്റും. അപ്പോൾ ഈ കാണുന്നെല്ലാം ബോക്സ് രീതിയിലുള്ള ഒബ്ജക്റ്റുകളായിരിക്കും നമ്മൾ കൂടുതലും കാണുന്നത്. അതേപോലെ അടുത്ത എക്സാമ്പിൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ പറയുന്ന ഈ ഒരു കാര്യം കാണിക്കുന്നത് 1 പോയിൻ്റ് വ്യൂ അല്ല, ഇതൊരു പോയിന്റിലേക്കല്ല. ഇത് സാധാരണ നമുക്ക് പെർസ്പെക്റ്റീവ് ഗ്രിഡ് ഉപയോഗിച്ച് വരയ്ക്കണമെന്നില്ല. ഇത് സാധാരണ റെക്റ്റാങ്കിളൊക്കെ ഉപയോഗിച്ച് ഈ ബോക്സുകളൊക്കെ വരച്ചെടുക്കാമെന്നുള്ള, റൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് വരച്ചെടുക്കാമെന്നുള്ള പെർസ്പെക്റ്റീവ് ഗ്രിഡിൻ്റെ ആവശ്യമേ ഇവിടെ വരുന്നില്ല. അപ്പോൾ ഇത് രണ്ട് കൺഫ്യൂഷൻ ആയിപ്പോയത്. 1 പോയിൻ്റ് വ്യൂ എന്ന് പറയുന്നത് നമ്മളൊരു പോയിന്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. വേണമെങ്കിൽ വീണ്ടും ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിക്കാം. വേണ്ടേ, ഇതുപോലുള്ള ഒരു പോയിന്റിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ലെഫ്റ്റും റൈറ്റുമായിട്ടുള്ള രീതിയിൽ അടുത്ത് നമുക്ക് നോക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിന് കൂടുതൽ എക്സാമ്പിളായിട്ട് വരുന്നത്. അപ്പോൾ അടുത്തത് വരുന്നത് 2 പോയിൻ്റ് വ്യൂ ആണ്. 2 പോയിൻ്റ് വ്യൂവിനകത്ത് നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. 2 പോയിൻ്റ് വ്യൂവിനകത്ത് കഴിഞ്ഞാൽ ലെഫ്റ്റും റൈറ്റും വരുന്നു, അതുപോലെ തന്നെ താഴെയും വരുന്നുണ്ട്. ലെഫ്റ്റ്, റൈറ്റ്, താഴെ എന്നുള്ള രീതിയിലാണ് 2 പോയിൻ്റ് എക്സാമ്പിൾ വരുന്നത്. 1 പോയിൻറ്റിനെ അപേക്ഷിച്ച് 2 പോയിൻ്റ് കുറച്ചുകൂടെ നമുക്ക് എന്ത് ചെയ്യുന്നു, നമുക്ക് കുറച്ചുകൂടെ വിസിബിളാണ്. കാര്യം കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനും ഒക്കെ പറ്റുന്നുണ്ട് നമുക്ക് 3D രീതിയിൽ. അടുത്തയും കുറേ എക്സാമ്പിളുകൾ നോക്കാം. 2 പോയിൻറ്റിന് കണ്ടോ, ലെഫ്റ്റും റൈറ്റും. ഇതൊക്കെ സ്കൈ ഒക്കെ നമുക്ക് വേറെ രീതിയിലൊക്കെ ഇമേജുകളൊക്കെ കയറ്റാവുന്നതാണ്. സ്കൈ മാത്രമല്ല, ഇങ്ങനെയുള്ള ഇമേജുകളൊക്കെ എന്ത് ചെയ്യുക, കാർട്ടൂൺസ് രീതിയിലോ അല്ലെങ്കിൽ അല്ലാതുള്ള ഇമേജുകളൊക്കെ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും ഈ ഒരു ഓപ്ഷനകത്ത്. ഇതൊക്കെ പെർസ്പെക്റ്റീവ് ഗ്രിഡിനകത്ത് ഉള്ള ഓപ്ഷനുകളാണ്. അടുത്ത് നമുക്ക് കഴിഞ്ഞാൽ 3 പോയിൻ്റ് വ്യൂ ആണ് വരുന്നത്. 3 പോയിൻ്റ് വ്യൂ എന്ന് പറയുമ്പോൾ ലെഫ്റ്റും റൈറ്റും ടോപ്പും വരുന്നു, അതാണ് 3 പോയിൻ്റ് വ്യൂ. അപ്പോൾ നമുക്കിതൊന്ന് വരച്ച് നോക്കാം ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന്. അതിനുവേണ്ടി ഞാൻ ഒരു ലെയർ ഒന്നിട്ടേക്കാം. ഒരു ലെയർ ഇട്ട ശേഷം വ്യൂവിനകത്ത് പോവുക, പെർസ്പെക്റ്റീവ് ഗ്രിഡ് 1 പോയിൻ്റ് 2 പോയിൻ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. 2 പോയിൻ്റ് ഞാൻ ഓണാക്കി കൊടുക്കുകയാണ്. നേരത്തെ ഗ്രിഡ് ഞാൻ എടുത്തായിരുന്നു, ഇത് ഗ്രിഡ് എടുക്കാതെ ഞാൻ എടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇനി ഞാൻ ഗ്രിഡ് എടുക്കാം. എടുത്ത ശേഷം നമുക്ക് ലെഫ്റ്റും റൈറ്റും വരയ്ക്കാൻ നേരെ ഇവിടെ ലെഫ്റ്റിനകത്ത് ബ്ലൂ ആണ് കാണിക്കുന്നത്, റൈറ്റിനകത്ത് ഓറഞ്ച് ആണ് കാണിക്കുന്നത്, ഇവിടെ മറ്റൊരു ഗ്രീൻ കളറുമാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈ കളറിൻ്റെ ഒപ്പാസിറ്റി ഒക്കെ കുറഞ്ഞിരിക്കുകയാണ്, അതായത് തെളിച്ചം കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കൂട്ടണമെങ്കിലോ കുറയ്ക്കണമെങ്കിലോ വ്യൂവിനകത്ത് പോവുക, പെർസ്പെക്റ്റീവിനകത്ത് പോയി ഡിഫൈൻ ഗ്രിഡ് എന്ന് പറയുന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ഇതിൻ്റെ തെളിച്ചവും കാര്യങ്ങളൊക്കെ ഇവിടെ ഒപ്പാസിറ്റി കൂട്ടി കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് കളറോ കാര്യങ്ങളൊക്കെ മാറ്റി കൊടുക്കണം, ഇവിടുന്ന് മാറ്റി കൊടുക്കുക. അതുപോലെ തന്നെ വ്യൂയിങ് ആംഗിൾ, ഏത് ആംഗിളിലാണ് കാണേണ്ടത്, എത്ര പോയിന്റുകൾ വ്യത്യാസം വരുന്നു, ഇത് വലിപ്പം കൂടുമ്പോൾ എത്ര വേണം, ഓരോ ഗ്രിഡും എത്ര സ്പേസ് മാറി മാറി വരണം, അങ്ങനെയൊക്കെയുള്ള സെറ്റിങ്ങുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യും ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് ഏത് സൈഡിലാണോ വരയ്ക്കേണ്ടത് അത് ഈ സ്വിച്ചിങ് വിഡ്ജറ്റിനകത്തുനിന്ന് ഇവിടെ നമ്മൾ ലെഫ്റ്റ് ആണെങ്കിൽ ഇവിടെ ലെഫ്റ്റ് സെലക്ട് ചെയ്യണം, അതാണ് ബ്ലൂവിൽ കൂടെ കാണിക്കുന്നത്. റൈറ്റ് ആണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ റൈറ്റ് സെലക്ട് ചെയ്യണം, അതായത് ഇവിടെ വരയ്ക്കണമെങ്കിൽ റൈറ്റ് സെലക്ട് ചെയ്ത ശേഷം വരച്ചാലേ അവിടെ വരികയുള്ളൂ. അപ്പോൾ ഞാൻ ഒന്ന് വരച്ച് നോക്കാം. ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു, ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ലെഫ്റ്റ് സൈഡ് ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ മറ്റൊരു കളർ, എന്തെങ്കിലും ഒരു കളർ കൊടുക്കാം. അതുപോലെ തന്നെ റൈറ്റ് സൈഡാണ് വരയ്ക്കുന്നതെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റൈറ്റിൽ നിന്ന് ഓക്കെ അല്ലേ. ആ വരയ്ക്കുമ്പോൾ ഈ ഒരു പോയിൻ്റ്, അതായത് ഈ ഒരു ബേസ് ലൈനാണ് ഈ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത്, അതായത് കറക്റ്റ് ഇരിക്കുന്ന ഒരു ലെഫ്റ്റും റൈറ്റും അലൈനായിട്ടിരിക്കുന്ന ഈ ഒരു ബേസ് പോയിൻ്റ്, ഇത് നിങ്ങൾ ഒരു കാരണവശാലും മാറ്റുകയോ തിരിക്കുകയോ ചെയ്ത് ഇവിടം വരെ വരയ്ക്കുമ്പോഴായിരിക്കും ഒരു കോർണറിൽ നിന്ന് നമുക്ക് പോയിൻ്റ് ഇടുന്നത്. നമുക്ക് എക്സാമ്പിളിൽ നമുക്ക് കാണാവുന്നതാണ് ഈ ഒരു പോയിൻ്റ്. അതുപോലെ തന്നെ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇതേ ഒരേ കളറുകൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാകത്തില്ല. അപ്പോൾ ഇവിടെയാണ് കൊടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡോ ഡാർക്ക് ഷെയ്ഡോ കൊടുക്കണം. കാര്യം സൺലൈറ്റ് എവിടെയാണോ ഇരിക്കുന്നത് അതിനനുസരിച്ച് ഇതിന് ഷെയ്ഡിന് വ്യത്യാസം വരും. ചെറിയ രീതിയിലൊക്കെ കൊടുക്കുക. അതുപോലെ തന്നെ താഴെയാണ് വരയ്ക്കുന്നതെങ്കിൽ പെർസ്പെക്റ്റീവ് ഗ്രിഡ് എടുക്കുക, സെലക്ട് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, താഴെ ഇപ്പോൾ എന്ത് ചെയ്യുക, റോഡാണ് വരയ്ക്കുന്നതെങ്കിൽ ഇങ്ങനെ വരച്ച ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ കളറ്
റോഡിൻ്റെ കളർ ബ്ലാക്ക് ആണെങ്കിൽ ഒരു ബ്ലാക്ക് ഷെയ്ഡിൽ കൊടുക്കുക. അപ്പോൾ ഇത് കൊടുക്കാൻ നേരം ഇത് മുകളിലാണ് ഇരിക്കുന്നത്, നിങ്ങൾ എന്ത് ചെയ്യണം, റൈറ്റ് ക്ലിക്ക് അറേഞ്ച് സെൻഡ് ടു ബാക്ക് എന്നുള്ള രീതി താഴെ കൊടുക്കണം. അപ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് താഴെ വരുന്നതായിട്ട് കാണാം. അപ്പോൾ അത് വീണ്ടും റീഅഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ടൂളുകളാണ് ഇതിനകത്തുള്ള പെർസ്പെക്റ്റീവ് സെലക്ഷൻ ടൂൾ. അതായത് ഇതിനെ വലിപ്പം കൂട്ടണമെങ്കിലോ കുറയ്ക്കണമെങ്കിലോ മൂവ് ചെയ്യണമെങ്കിലോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യുക, പെർസ്പെക്റ്റീവ് സെലക്ഷൻ ടൂൾ എടുക്കുക, സെലക്ട് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെ വലിപ്പം കൂട്ടാം. കണ്ടോ? അപ്പോൾ ആ ഒരു ഗ്രിഡിനനുസരിച്ച് വലിപ്പം കൊടുത്തുള്ളൂ. അല്ല മൂവ് ചെയ്യണം, ആ ഗ്രിഡിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, അങ്ങോട്ട് പോകത്തുള്ളൂ. കണ്ടോ? അങ്ങോട്ട് പോകുമ്പോൾ ആ പ്ലെയിനിലാണ് ഇത് കിടന്ന് വർക്ക് ചെയ്യുന്നത്. ഇത് ഇതേപോലെ തന്നെ ലെഫ്റ്റിലോട്ടോ മുകളിലേക്ക് താഴോട്ട് പോയി കഴിഞ്ഞാൽ ആ പ്ലെയിനിലായിരിക്കും, അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അങ്ങോട്ടായിരിക്കും പോകുന്നത്. കണ്ടോ? അതിനനുസരിച്ച് ഇത് വർക്ക് ആവത്തുള്ളൂ. ഓക്കെ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, കുറേ എക്സാമ്പിൾ. അപ്പോൾ ഈ കറക്റ്റ് ഇൻ്റർസെക്ഷനാണോ വന്ന് നിൽക്കുന്നതൊക്കെ സൂമിൻ ചെയ്ത് നിങ്ങൾ നോക്കുക. അതുപോലെ തന്നെ ഇതൊക്കെ എന്തെങ്കിലും കട്ട് ചെയ്യണമെങ്കിൽ ഇതുപോലെ തന്നെ പാത്ത് ഫൈൻഡറൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ലെഫ്റ്റാണ് ഉദ്ദേശിച്ചത്, പക്ഷേ ഇത് റൈറ്റിലാണ് വന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, പെർസ്പെക്റ്റീവ്സ് എടുക്കണം, എന്നിട്ട് ഇത് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യണം, എന്നിട്ട് റെക്റ്റാങ്കിൾ എടുത്തിട്ട് ഇവിടെ വരയ്ക്കാവും. ഇപ്പോൾ ഒരു വാതിൽ പോലാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യുക, ഇങ്ങനെ വരച്ച് കൊടുക്കുക. വരച്ച് കൊടുത്ത ശേഷം ഇപ്പോൾ എനിക്ക് ഇതിനകത്തുനിന്ന് കട്ട് ചെയ്ത് കളയണമെങ്കിൽ എന്ത് ചെയ്യുക, ഇതും സെലക്ഷൻ ചെയ്താൽ മതി. ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് ഇതൊന്നുകൂടെ സെലക്ഷൻ ചെയ്യുക. വിൻഡോ പാത്ത് ഫൈൻഡർ അങ്ങനെയൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. കണ്ടോ? അപ്പോൾ അതിനകത്തോട്ട് ഇത് കാണാൻ പറ്റും എന്നുള്ള രീതി. ഇങ്ങനെ പല കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്ത് നോക്കാൻ പറ്റും. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളില്ല, ഒരു ബേസിക് പെർസ്പെക്റ്റീവ് യൂസ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇതിനകത്തുള്ളത്. അല്ലാതെ ഈ പറയുന്ന 3Dയുടെ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതിനകത്ത് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ എങ്ങനെയൊക്കെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് ടൂളുള്ളതുകൊണ്ട്. ഓക്കെ. അടുത്തതെന്ന് പറയുന്നത് ഷേപ്പ് ബിൽഡർ ടൂളാണ്. ഇതിൻ്റെ ഉപയോഗം ഷിഫ്റ്റ് M ആണ് ഷോർട്ട് കട്ട് വരുന്നത്. ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് നമുക്ക് കുറേ ഒബ്ജക്റ്റുകളൊക്കെ കൂടിച്ചേർന്നിരുന്നു കഴിഞ്ഞാൽ അതിനിടയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഷേപ്പിനെ ബിൽഡ് ചെയ്യുന്നു. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഞാൻ റെക്റ്റാങ്കിൾ ഇങ്ങനെ വരച്ച് വെക്കുകയാണ്. റെക്റ്റാങ്കിൾ എടുത്തു, റെക്റ്റാങ്കിൾ വരച്ചു. അതുപോലെ തന്നെ വേറെ സർക്കിളോ എന്തെങ്കിലുമൊക്കെ എടുത്ത് ചുമ്മാ ഇങ്ങനെ സർക്കിളല്ല, എലിപ്സ് പോലെ വരച്ചു. വീണ്ടും ഒരു സർക്കിൾ പോലെ വരച്ചു. അങ്ങനെ കുറേ ഒബ്ജക്റ്റുകൾ ഞാനിപ്പോൾ വരച്ച് വെക്കുകയാണ്. ഇപ്പോൾ പെൻറ്റഗൺ ആണെങ്കിൽ എന്തെങ്കിലും പോളിഗണൊക്കെ വരച്ച് വെച്ചു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഇതിനെ അപ്പോൾ ഇങ്ങനെ കൊടുത്ത ശേഷം ഇതിനകത്ത് കുറേ ഇൻ്റർസെക്ഷനുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല എങ്കിൽ കണ്ടോ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ കുറേ ഇൻ്റർസെക്ഷനുകളുണ്ട്. അപ്പോൾ അതായത് ഇതിന് കൂടി ചേർന്നിരിക്കുന്ന, ഇപ്പോൾ എനിക്ക് ഈ ഒരു ഭാഗം എനിക്ക് വേണമെങ്കിൽ ഈ ഒരു ഭാഗം സെപ്പറേറ്റ് ആയിട്ട് വേണം, അല്ലെങ്കിൽ ഈ ഒരു ഭാഗം ഇത്ര സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ അതിനെന്ത് ചെയ്യണം, നമ്മൾ ഈ പാത്ത് ഫൈൻഡർ എടുക്കേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് ഷേപ്പ് ബിൽഡർ ഉണ്ട്. ഷേപ്പ് ബിൽഡർ എടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ മതി. അത് നമുക്കിപ്പോൾ ഇത്രയും ഭാഗമായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ മൈനസ് ചെയ്യാനും സബ്സ്ട്രാക്ട് ചെയ്യാനും ഇങ്ങനെ ഒരു ഭാഗത്തെ ക്രിയേറ്റ് ചെയ്യാനും വേണ്ടിയൊക്കെയാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. അതെങ്ങനെ എടുക്കുമെന്ന് നോക്കാം. ഡയറക്റ്റ് സെലക്ഷൻ എടുക്കുക, ആ ഒരു ഭാഗത്തെ ക്ലിക്ക് ചെയ്യുക, മാറ്റി വെക്കുക. കണ്ടോ? അപ്പോൾ ഒരു എന്ത് ചെയ്യും, അങ്ങൊരു ഷേപ്പ് എന്ത് ചെയ്യും, ബിൽഡാകും. അതാണ് ഷേപ്പ് ബിൽഡർ ടൂള്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓണായിട്ട് ഷേപ്പ് ബിൽഡ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ ബാക്കിയുള്ള ഭാഗം എന്ത് ചെയ്യും, കട്ടായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗമാണെങ്കിൽ അതിൻ്റെ ഭാഗത്തുനിന്ന് മുറിഞ്ഞു പോയി. കാര്യം ഒരു സർക്കിളിൻ്റെ ഒരു ഭാഗമായിരുന്നല്ലോ. അപ്പോൾ അതിൽ നിന്ന് ഇപ്പുറ ഭാഗം ജോയിൻ ആയി കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ള ഭാഗം എന്ത് ചെയ്യും, മുറിഞ്ഞു പോകും. അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയാണ് ഷേപ്പ് ബിൽഡർ ഉപയോഗിക്കുന്നത്. ഓക്കെ. രണ്ടാമത്തെ ടൂൾ വരുന്നത് ഷേപ്പർ ടൂളാണ്. ഷേപ്പർ ടൂളിനകത്ത് വരുന്നത്, ഇതിനകത്ത് ഷേപ്പർ ടൂൾ കിടപ്പുണ്ട്. ഷിഫ്റ്റ് N ആണ് അതിൻ്റെ ഷോർട്ട് കട്ട്. ഇത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഷേപ്പ് വരയ്ക്കാനായിട്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ എനിക്കൊരു ത്രികോണം എനിക്ക് വേണം. എനിക്ക് ഇതിനകത്ത് പോയ ശേഷം അളവ് കൊടുക്കുന്നു, ഇല്ലെങ്കിൽ ആരോ മാർക്കൊക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യണം, ഇത് മാറ്റണം, അല്ലേ, സൈഡ്സ് മാറ്റണം പോളിഗണിനകത്ത് പോയ ശേഷം. അപ്പോൾ അതിന് പകരമായിട്ട് എനിക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ വേണമെങ്കിൽ ഫ്രീ ആയിട്ട് ഇങ്ങനെ വരച്ച് കൊടുത്താൽ മതി. കണ്ടോ? സർക്കിൾ വരയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യുക, എനിക്ക് ഇങ്ങനെ സർക്കിൾ ഷേപ്പിൽ വരച്ച് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കണം, റെക്റ്റാങ്കിൾ വരയ്ക്കാം. അതല്ലെങ്കിൽ ഇപ്പോൾ പോളിഗൺ രീതിയിലാണെങ്കിൽ എന്ത് ചെയ്യാം, പോളിഗൺ ആണെങ്കിൽ നമ്മളത് റഫായിട്ടാണെങ്കിലും വരച്ച് കൊടുക്കുന്ന ഒരു ഇതായിട്ടായിരിക്കണം. അപ്പോൾ എലിപ്സാണ് വരയ്ക്കുന്നത്, എലിപ്സായിട്ട് വരച്ച് കൊടുക്കുക. കണ്ടോ? അപ്പോൾ നമ്മൾ വരയ്ക്കുന്നതൊക്കെ എന്ത് ചെയ്യും, അത് ഓട്ടോമാറ്റിക്കലി അത് റെക്കഗ്നൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അത് മനസ്സിലാക്കിയിട്ട് ഷേപ്പ് അങ്ങ് ബിൽഡ് ചെയ്യും. അതാണ് ഇതിൻ്റെ പറയുന്നത് ഷേപ്പ് ടൂള്. അടുത്ത വരുന്നത് നൈഫ് ടൂളാണ്. നൈഫും ഉണ്ട്, സിസറും ഉണ്ട്, ഇറൈസറും ഉണ്ട്. അപ്പോൾ അതിൻ്റെ മൂന്നിൻ്റെയും വ്യത്യാസം നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഇപ്പോൾ റെക്റ്റാങ്കിളാണ്, ഒരു പോളിഗൺ വരച്ച് വെക്കുകയാണ്. പോളിഗൺ വരയ്ക്കുന്നു, ഇങ്ങനെ ചുമ്മാ വെച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഷിഫ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുക, ചുമ്മാ ഞാൻ റഫായിട്ട് വരച്ചതേ ഉള്ളൂ. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ ഇതിനകത്ത് കിടക്കുന്ന ആദ്യത്തെ ടൂള് ഇറൈസറാണ്, പക്ഷേ ഞാൻ നൈഫാണ് ഉപയോഗിക്കുന്നത്. നൈഫാണ് നമ്മൾ എഴുതിയേക്കുന്നത്. നൈഫ് ടൂൾ എടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ചുമ്മാ നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും, കീറി മുറിക്കുക. അപ്പോൾ കീറി മുറിച്ച ശേഷം ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ എടുത്തിട്ട് എന്ത് ചെയ്യും, എനിക്കിങ്ങനെ മാറ്റി വെക്കാൻ പറ്റും. കണ്ടോ? അപ്പോൾ ഫ്രീ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നൈഫ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്യാനായിട്ട് പറ്റും. എന്നാൽ സിസർ ടൂൾ വരാൻ നേരം രണ്ട് സെഗ്മെൻറ്റുകൾ തമ്മിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്.
രണ്ട് സെഗ്മെൻറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പോയിൻറ്റുകൾ. ഇപ്പോൾ സിസർ ടൂൾ ഞാൻ എടുക്കാം. സിസർ ടൂൾ എടുത്ത ശേഷം ഈ ഒരു ആങ്കർ പോയിൻറ്റും ഞാൻ ഈ ഒരു ആങ്കർ പോയിൻറ്റും ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്ത ശേഷം എന്ത് ചെയ്ത് കട്ടായി. ഡയറക്റ്റ് സെലക്ഷൻ എടുത്തിട്ട് ഞാൻ മാറ്റി വെച്ച് നോക്കാം. കണ്ടോ? അതായത് ആങ്കർ പോയിൻറ്റുകളുടെ ഇടയിൽ നിന്ന് കട്ട് ചെയ്യുന്നതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സിസർ ടൂൾ ഉപയോഗിക്കുന്നത്. എന്നാൽ അടുത്ത് വരുന്ന ടൂൾ ഇറേസർ ടൂളാണ്. ഇറേസർ ടൂൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതെന്ത് ചെയ്യുന്നു, ഇതുപോലെ തന്നെ പാത്തിനകത്തുള്ള കാര്യങ്ങൾ ഇറേസ് ചെയ്ത് കളയാനായിട്ടാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബ്രാക്കറ്റ് യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, വലിപ്പം കുറയ്ക്കുകയോ വലിപ്പം കൂട്ടുകയോ ചെയ്യാം. അതിനനുസരിച്ച് എന്ത് ചെയ്യാം, അത് ഇറേസ് ആകും. ഇപ്പോൾ കൂട്ടിയിട്ടാണ് നമുക്ക് ഇറേസ് ആകേണ്ടത്, എന്ത് ചെയ്യാം, നമ്മൾ ബ്രഷ് ഉപയോഗിക്കുന്ന പോലെ തന്നെ നമുക്ക് എന്ത് ഇറേസ് ചെയ്യാം, ഒബ്ജക്റ്റുകളുടെ ഇടയിൽ, അതായത് ഷേപ്പുകളുടെ ഇടയിൽ എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഇറേസ് ചെയ്യാനായിട്ട്. അതാണ് ഈ മൂന്നിൻ്റെ വ്യത്യാസം. അപ്പോൾ ഇത്രയും ടൂളുകളാണ് നമുക്കുള്ളത്. ഇനി ഏതെങ്കിലും ടൂൾ ഞാൻ മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് കമൻറ്റിൽ മെൻഷൻ ചെയ്യുക, നമുക്കത് പറഞ്ഞു തരാം സെപ്പറേറ്റ് ആയിട്ട്. എനിക്ക് തോന്നുന്നു എല്ലാം കവർ ചെയ്തെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ, മനസ്സിലായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.